അടുത്തത് വീണ്ടും ഒരു പാട്ടാണ്. പാട്ട് പാടുന്നതിനായിട്ട് വർഗീസ് ചേട്ടനെ വേദിയിലേക്ക് ഒരു അനൗൺസ്മെന്റ് ഉണ്ട്. ചിക്കൻ കപ്പാച്ചി കൗണ്ടറിൽ ലിറ്റിൽ ഫ്ലവറും കൂടിയിട്ടുള്ള ചിക്കൻ കപ്പാച്ചി കൗണ്ടറിൽ 1 കിലോ ചിക്കൻ പാർട്സിന് ചിക്കൻ റോസ്റ്റിന് 100 രൂപയാണ്. നല്ലൊരു ലാഭകരമായ പരിപാടിയാണ്. നമുക്ക് ചെല്ലാം, അത് വാങ്ങിക്കാം. ഫാമിലി പാക്ക് അറേഞ്ച്മെന്റ് ആണ്. പാട്ടിൽ മുങ്ങി പൂവിന്റെ കവിളി തലോടി ഈണം പഴം പാട്ടിൽ മറുവാക്കു കേൾക്കാൻ പൂവിന്റെ കവിളി തലോടി ഈണം പഴം പാട്ടിൽ ഒരുപാട് നാളായലഞ്ഞു പൊന്നോളമായി ഒരു പാട്ടിരീടം പറഞ്ഞു കതിരങ്ങളിൽ തുണയാകുവാൻ വെറുതെ മൗനം തലോടി ഈണം പാട്ടിൽ മുങ്ങി കേൾക്കാൻ കാതെ കൂടം പോലെ തേങ്ങി. ചിക്കൻ 1 കിലോ ചിക്കൻ ഈ കൗണ്ടറിൽ നിന്ന് 100 രൂപയ്ക്ക് പാക്ക് ചെയ്ത് എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒരു ലേറ്റസ്റ്റ് വന്നിട്ടുള്ളതാണ്. 100 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഒരു പാക്കറ്റ് ഫുള്ള് ലഭിക്കും. അപ്പോൾ അത് വാങ്ങുക. പിന്നെ മസാല ദോശയുണ്ട്, അവിടെ കട്ട്ലേറ്റുകളുണ്ട്, ഗെയിമുകളുണ്ട്, ഐസ്ക്രീം ഉണ്ട്, ചായ കടി എല്ലാം ഉണ്ട്. then ഇപ്പുറത്ത് സാൻഡ്വിച്ച് ഉണ്ട്. വെള്ളം വേണ്ടവർക്ക് വെള്ളം കുപ്പി അവിടെ എത്തിച്ചിട്ടുണ്ട്. മുട്ടക്കറി വെള്ളപ്പം ഉണ്ട്. എല്ലാം എത്രയും പെട്ടെന്ന് വാങ്ങി നമുക്ക് അടിപൊളിയാക്കാം. പരിപാടികൾ ഇങ്ങനെ കുട്ടികൾ നല്ല രീതിയിൽ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, തുടരുന്നു. ഓക്കെ.
കേട്ടില്ല, കയ്യടിയൊന്നും കേട്ടില്ല. പോരാ, ഉഷാറ് പോരാ. ഒന്നും കൂടി ഒരു ഡബിൾ സ്ട്രോങ് കയ്യടി. കുഴപ്പമില്ല. അപ്പൊ ഇവിടേക്ക് ഒരു എനർജി ലോസ് ഉണ്ട്. വീണ്ടും ഞാൻ പറയാണ്, ഓർമ്മിപ്പിക്കുകയാണ്. ഇനി വീണ്ടും ഓർമ്മിപ്പിക്കണോ? നമുക്ക് ഫുഡ് കൗണ്ടേഴ്സ് എല്ലാം ഓപ്പൺ ആണ്. അവിടെ എല്ലാം ഫുഡ് അവിടെ നല്ല രുചികരമായ രസകരമായ ഇവിടെ വളർന്നു വരുന്ന യുവപ്രതിഭകളാണ്. നമ്മളാണ് അവരെ പ്രോത്സാഹിപ്പിക്കേണ്ടത്. എൻ്റെ അടുത്ത് പിള്ളേർ പറഞ്ഞു, ചേച്ചി നല്ല കയ്യടി വേണമെന്ന് പറഞ്ഞോളൂ, അല്ലാതെ ഞങ്ങൾക്ക് കളിക്കാൻ പറ്റുള്ളൂ. ശരിയല്ലേ? പ്രോത്സാഹനമല്ലേ അവരുടെ ഊർജം. അതെ, അതാണ്. അടുത്തതായി ഓരോന്നോരോന്നായിട്ട് തട്ടി നീ ഒന്നുണ്ടാ സ്നേഹമുള്ള ഇടവകാരങ്ങളെ, നല്ലവരായ നാട്ടുകാരെ, ഞാൻ അധികം നീട്ടുന്നില്ല. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതായി നമ്മുടെ ബഹുമാനയുടെ വികാരത്തിന് സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു.
മുലപ്പാട് 4-4, വെളിപാട് 19-15. ഏശയ്യ 1:18 കർത്താവ് അരുളി ചെയ്യുന്നു, വരുവിൻ നമുക്ക് രമ്യതപ്പെടാം. നിങ്ങളുടെ പാപങ്ങൾ കടും ചുമപ്പാണെങ്കിലും അവ മഞ്ഞുപോലെ വെണ്മയുള്ളതായി തീരും. അവ രക്തവർണ്ണമെങ്കിലും കമ്പിളി പോലെ വെളുക്കും. മാജിക് എന്ന് പറയുന്നത് വളരെ ഫാസ്റ്റായിട്ട് ചെയ്യേണ്ട ഒരു പരിപാടിയാണ്. നമ്മുടെ ബാബുവേട്ടൻ ഇവിടെ 2-3 സമയമായിട്ട് ഈ മാജിക് ഷോ നമ്മുടെ മുമ്പിൽ വളരെ ആയാസരഹിതമായിട്ട് അവതരിപ്പിക്കുകയായിരുന്നു. പ്രായത്തെക്കാൾ കവിഞ്ഞ അതിനുള്ള ഒരു എന്താ പറയുക പ്രതിബദ്ധതയാണ് ഒരു പക്ഷേ നമ്മുടെ മുമ്പിൽ ഇന്നും കുറച്ചധികം ഐറ്റംസ് ആയിട്ട് മുമ്പത്തേക്കാൾ കൂടുതൽ ഐറ്റംസ് ആയിട്ട് അവതരിപ്പിക്കാനായിട്ട് കടന്നു വന്നത്. എനിക്ക് വലിയ സന്തോഷമുണ്ട്. പ്രത്യേകിച്ചും നമ്മുടെ കുടുംബസമ്മേളന ഭാരവാഹികളുടെ പ്രതിനിധിയായി ഈ പരിപാടിയിൽ ഇവിടെ കടന്നു വരാനായിട്ട് കാണിച്ച വലിയ മനസ്സിനെ നല്ലൊരു കൈയടിയോടുകൂടി ഇതിന്റെ ടെക്നിക്കുകളൊക്കെ കുട്ടികൾക്കടക്കം ഇന്ന് യൂട്യൂബിൽ ലഭ്യമാണ് എന്ന വരികിലും അത് മനസ്സിൽ വരാതെ നമ്മൾ ആസ്വദിക്കണം. എന്നാലാണ് ഈ മാജിക് ഇപ്പോൾ നമുക്ക് ആസ്വദിക്കാൻ പറ്റുള്ളൂ. ഞാൻ അങ്ങനെ ആസ്വദിച്ചിരുന്നു. നമുക്ക് ടെക്നിക്കല്ല അറിയില്ല, അവതരിപ്പിക്കുന്ന രീതിയിലുള്ള പെർഫെക്ഷനാണ്. ബാബുവേട്ടന് നല്ലൊരു കൈയടി കൊടുത്ത് നമുക്ക് അഭിനന്ദിക്കാം. ആഘോഷരാവിൽ തീ പാറുന്ന ചടല ചുവട് വെപ്പുകളുടെ കൊട്ടുമുട്ടികൾ തീർത്ത് ആവേശത്തിന്റെ രോമാഞ്ചം കൊള്ളിക്കുവാൻ ഫ്യൂഷൻ ഡാൻസിന്റെ താരരാജാക്കന്മാരായ കുളനാട്ടുകാരുടെ ചുടക്കുട്ടികൾ ഇതാ നിരനിരയായി വരിയായി നാട് വിറപ്പിക്കുന്ന സിംഹത്തിന്റെ ജടയ്ക്ക് സ്ലൈഡ് കുത്തി ശീലമുള്ള ഇവർ ഈ മണ്ണിൽ കാലുകുത്തുന്നത് ചടല ചുവട് വെപ്പുകളോട് നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളിൽ ഇടം കണ്ടെത്താറാണ്. കണ്ണിനും മനസ്സിനും കുളിർമയേകുന്ന നൃത്ത കാഴ്ചകളുടെ ജാലകം സൃഷ്ടിക്കാൻ അവർ ഇതാ വരുന്നു. സസ്നേഹത്തോടെ കയ്യടികളോട് കൂടി നമുക്ക് അവരെ വേദിയിലേക്ക് സാദരം ക്ഷണിക്കാം. എവിടെ പിള്ളേർ എവിടെ? ഇതാ വേദിയിലേക്ക് അവരെത്തുന്നു. അമ്മ റോസ്മേരി, ആൽവിറ്റ് തോമസ്, ആഷ്ലിൻ, ആഗ്നസ് സോജ. നല്ലൊരു കയ്യടി നമുക്ക് ഇവർക്ക് കൊടുക്കാം കേട്ടോ. ഇന്നത്തെ ദിവസത്തെ അവസാനം വലിയ വീട് ബിസിനസ്സാണ് ജീവിതത്തിൽ വളരുന്നത് വിശ്വസിച്ചെടുക്കുന്ന പപ്പ. നൈറ്റ് പാർട്ടിയും ഡാൻസുമായി നടക്കുന്ന ഒരു മമ്മ. ആകെ ഉണ്ടായിരുന്ന കൂട്ടുകാർ ഷാർജയിലെ ബോർഡിംഗ് സ്കൂളിലെ അറബി പിള്ളേരായിരുന്നു. ഇല്ല, റാസൽ ഖൈമയിലെ ആ വലിയ വീട്ടിൽ ആ രാജകുമാരൻ ഒറ്റയ്ക്കായിരുന്നു. നല്ല
മര്യാദയ്ക്ക് കീഴടങ്ങിയില്ലെങ്കിൽ പൊട്ടിക്കും ഞാൻ. ഒലക്ക് പൊട്ടി എന്താ സംഭവിക്കാന്നറിയാം. തിങ്കളേ പുത്തിങ്കളേ ഇനി ഉള്ളി കണ്ണെറിയരുതേ ഇവർക്കൊരുവൻ കിഴക്കുതിച്ച് ഇന്ന് താലിത്തിരി പൊൻകെട്ടി മുത്തഴകും വഴിച്ചെറുക്കൻ തിങ്കളേ പുത്തിങ്കളേ ഇനി ഉള്ളി കണ്ണെറിയരുതേ ഹലോ അമ്മ ഹാപ്പിയാ ശാന്തന ഹാപ്പിയാ പഠിക്കണം പിന്നെ കണ്ടവനോ മറക്കൂല കൊമ്പത്തെ അഭിചേതൻ പോലെ പാടുന്നൊരു പാട്ടുകാരൻ ആരണ്ടാം മമ്മൂക്കായി ആഭാസം പറയുന്നത് മമ്മൂക്ക
ഇന്ദ്രധനുസിൻ തൂവൽ കൊഴിയും തീരം ഈ മനോഹര തീരത്തു തരുമോ ഇനിയൊരു ജന്മം കൂടി എനിക്കിനിയൊരു ജന്മം കൂടി. പാടിയ ഓമ ചേച്ചിക്ക് ഒരുപാട് നന്ദി. നമുക്ക് നല്ലൊരു കൈയ്യടി കൊടുക്കാട്ടെ ചേച്ചിക്ക്. നമ്മുടെ ഈ വർഷത്തെ വിഷൻ ഫെസ്റ്റ് കൂടെ അവസാനിക്കുകയാണ്. തുടർച്ചയായി 3 തവണ വളരെ വിജയപ്രദമായ രീതിയിൽ തന്നെ നമുക്ക് നമ്മുടെ പരിപാടികൾ ഇവിടെ നടത്താനായിട്ട് സാധിച്ചു. അവസാനമായിട്ട് മഴയും ചാറി അങ്ങനെ നമ്മുടെ പര്യവസാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മുടെ സ്റ്റാളുകളെല്ലാം ഇതിനോടകം തന്നെ അടച്ചു പോയിരിക്കുന്നു. അത്രയ്ക്കും നല്ല രീതിയിൽ തന്നെ നമ്മുടെ ഇന്നത്തെ പരിപാടികളൊക്കെ നടന്നിരിക്കുകയാണ്. ഒരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ്, ഈ കസേരകളെല്ലാം ഒതുക്കിയിടാനായിട്ട് എല്ലാവരും സഹകരിക്കണം. നമ്മുടെ ഇടവക്കാരെല്ലാവരും ഇന്നത്തെ ഈ നമ്മുടെ വിഷൻ ഫെസ്റ്റിനെ കുറിച്ച് എല്ലാം ഒന്ന് ഉള്ളടക്കി പറയാനായിട്ട് അച്ഛന് മൈക്ക് ഹാൻഡ് ഓവർ ചെയ്യണം. ഞാനിനി അധികം സമയമെടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. കാരണം നമ്മളെല്ലാവരും അനുഭവിച്ചു കഴിഞ്ഞ വലിയൊരു സംഭവമാണ് കഴിഞ്ഞു പോയത്. 4.5 മണിക്കൂർ സമയത്തോളം നമ്മളിവിടെ എല്ലാം ഇവരുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ അനുസരിച്ച് വിഷൻ ഫെസ്റ്റ്, വിഷൻ ലീവ് എല്ലാം ഭംഗിയായിട്ട് നടത്താനായിട്ട് എല്ലാവരും ആത്മാർത്ഥമായി സഹകരിച്ചു എന്ന് മാത്രമാണ് ഞാൻ ആകത്തുകയായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത്. ഇതിന് സഹകരിച്ച എല്ലാവർക്കും, പ്രത്യേകിച്ചും ഈ മിഷൻ ഫെസ്റ്റ് കമ്മിറ്റി, അതുപോലെ തന്നെ മിഷൻ ലീവ് കമ്മിറ്റി, എല്ലാ യൂണിറ്റ് ഭാരവാഹികൾ, കൈക്കാരന്മാര്, അതുപോലെ തന്നെ ഇതിന്റെ ജനറൽ കൺവീനറായ ഷാജു മാഷ്, ഫ്രാൻസിസ് മാഷ്, പിന്നെ ജോബി മാഷ് തുടങ്ങിയ, പിന്നെ പ്രിൻസിപ്പൽ, പിന്നെ എല്ലാ അധ്യാപകര്, എല്ലാ യൂണിറ്റ് ഭാരവാഹികള് വീണ്ടും ഞാൻ ആവർത്തിക്കുകയാണ്. കാരണം ഒത്തിരി സഹകരിച്ചിട്ടാണ് എല്ലാം ഭംഗിയാക്കി നടത്താനായിട്ട് അവര് ഹാർഡ് വർക്ക് ചെയ്തത്. അതുപോലെ തന്നെ ഇന്നത്തെ ഈവ് ഏറ്റവും മനോഹരമാക്കി തീർക്കാൻ ശ്രമിച്ചത് ഒരുപാട് പേര്. ഈ 4.5 മണിക്കൂർ നേരം ഈ സ്റ്റേജിനെ വിശ്രമം കൊടുക്കാതെ അതിലെല്ലാ പരിപാടികളും ഒന്നിനൊന്ന് മികവുറ്റ രീതിയിൽ അവര് ആവിഷ്കരിച്ചുകൊണ്ടാണ് നമ്മെ ഇവിടെ പിടിച്ചു നിർത്തിയത്. എല്ലാ മക്കൾക്കും അതുപോലെ മുതിർന്നവർക്കും എല്ലാവർക്കും ഇവിടെ വന്ന് സമയം കണ്ടെത്താനായിട്ട് മനസ്സ് കാണിച്ച എല്ലാ മക്കൾക്കും പ്രത്യേകം ഞാൻ നന്ദി അർപ്പിക്കുകയാണ്. ആങ്കർ ചെയ്ത മിടുക്കികളായ നമ്മുടെ അലീന സാജു എക്സ്പേർട്ടാണ്, പ്ലസ് സീനു ജോൺസൺ, അതുപോലെ തന്നെ നമ്മുടെ ഫിയ, ഇവരെ ഒക്കെ നന്നായി ആങ്കർ ചെയ്തു. എല്ലാം ഭംഗിയായിട്ട് തീരാനായിട്ട് നമുക്ക് ദൈവം അനുഗ്രഹിച്ചു. പരിശുദ്ധമ്മയുടെ സംരക്ഷണം ഉണ്ടായിരുന്നു. നമുക്കെല്ലാത്തിനും സമാപനമായിട്ട് ഒരു കൊച്ചു പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് നമുക്ക് എല്ലാവർക്കും വീടുകളിലേക്ക് പിരിയാം. പരിശുദ്ധമ്മയുടെ വലിയ സംരക്ഷണത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഒരു നന്മ നിറഞ്ഞ ചൊല്ലി നമുക്ക് പ്രാർത്ഥിക്കാം.